ഷഅബാൻ 15 എത്തിക്കഴിഞ്ഞാൽ ഷഅബാൻ 15-ാം രാവിൽ അതിന് ലൈലത്തുൽ ബറാഅത്തിൻ്റെ രാവ് എന്ന് പേര് നൽകിക്കൊണ്ട് ചില പ്രത്യേകമായ നമസ്കാരങ്ങളും ഇബാദത്തുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും ആ രാത്രിയെ സജീവമാക്കലും ആ ദിവസത്തെ നോമ്പനുഷ്ഠിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കലും തുടങ്ങിയ പല കാര്യങ്ങളും മുസ്ലിം സമൂഹത്തിൽ പല വിഭാഗങ്ങൾക്കിടയിലും കാണപ്പെടുന്നുണ്ട്. ആ 15-ാം രാവിൽ പ്രത്യേകത നൽകിക്കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് 100 റക്അത്ത് നമസ്കാരം. ഷഅബാൻ 15-ാം രാവിൽ അല്ലെങ്കിൽ ബറാഅത്ത് രാവ് എന്ന് പേര് നൽകിക്കൊണ്ട് 100 റക്അത്ത് നമസ്കാരം. അതേപോലെ തന്നെ അതിനു പുറമെ ഒരു 6 റക്അത്ത് നമസ്കാരം. അതെന്തിനാണത്? ആയുസ് നീട്ടിക്കിട്ടുവാനും മറ്റു പരീക്ഷണങ്ങളെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയും ജനങ്ങളിൽ നിന്ന് ധന്യരാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയുമുള്ള ഒരു 6 റക്അത്ത് നമസ്കാരം. അതേപോലെ തന്നെ സൂറത്തു യാസീൻ പ്രത്യേകമായി ആ രാത്രിയിൽ പാരായണം ചെയ്യുക. അതേപോലെ തന്നെ അല്ലാഹുമ്മ യാദൽ മന്നു വലാ യുമന്നു അലൈ യാദൽ ജലാലി വൽ ഇക്റാം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില പ്രത്യേക ദുആകൾ. അതിനെല്ലാം പുറമെ ഏറ്റവും ഗുരുതരമായ ഈ ഒരു രാവിലാണ്, ഷഅബാൻ 15-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ എന്നും പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആ രാത്രിയിലാണ് എന്നുമുള്ള ഇസ്ലാമിലെ മറ്റു പ്രമാണങ്ങൾക്ക് ഘടകവിരുദ്ധമായ ചില വിശ്വാസങ്ങൾ. ഇങ്ങനെ തുടങ്ങി വിശ്വാസപരമായും കർമ്മരംഗത്തും ഇസ്ലാമിൽ സ്ഥിരപ്പെടാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഷഅബാൻ 15-ാം രാവിനെ സജീവമാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് വല്ല അടിസ്ഥാനവുമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇമാം അബൂ ഷാമ അൽ മഖ്ദസി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഹിജ്റ 665-ൽ വഫാത്തായ മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിനൊരു ഗ്രന്ഥമുണ്ട്, അൽ ബാഇസു അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ്. ബിദ്അത്തുകളെയും മുഹ്ദസാത്തുകളായ പുത്തനാചാരങ്ങളെയും എതിർത്തുകൊണ്ടുള്ള, അതിന് പ്രേരണ നൽകിക്കൊണ്ടുള്ള ഒരു കിതാബാണ്. ആ കിതാബിൽ അദ്ദേഹം പറയുന്നത് ഷഅബാൻ 15-ാം രാവിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള 100 റക്അത്ത് നമസ്കാരവും മറ്റു കാര്യങ്ങളുമൊക്കെ പുതുതായി ഉണ്ടായതാകുന്നു. അദ്ദേഹം പറയുന്നത് വഅവ്വലു മാ ഹദസത് ഇൻദനാ ഫീ സനതി 48 و400 ഹിജ്റ വർഷം 448-ലാണ് അതിന് ആരംഭം കുറിച്ചിട്ടുള്ളത്. ഖദിമ അലൈനാ ഫീ ബൈത്തുൽ മുഖദ്ദസ് റജുലുൻ മിൻ നാബൽസ് യുഅറഫു ബിബ്നി അബിൽ ഹംറാ വകാന ഹസന തിലാവ ഫഖാമ യുസല്ലി ഫിൽ മസ്ജിദിൽ അഖ്സാ ലൈലത്തുൻ നിസ്ഫ് മിൻ ഷഅബാൻ. ഇബ്നു അബി ഹംറ എന്ന പേരുള്ള ഒരാൾ നാബൽസിൽ നിന്ന് വരികയും ബൈത്തുൽ മുഖദ്ദസിൽ, അയാൾ നല്ല ഖാരിയായിരുന്നു, നല്ല ഖിറാഅത്തായിരുന്നു. അങ്ങനെ അദ്ദേഹം ഖുർആൻ ഓതി നമസ്കരിച്ചു ഷഅബാൻ 15-ന്റെ രാവിൽ. ഫഹറമ ഖൽഫഹു റജുലുൻ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിറകിൽ ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. സുമ്മൻ ലാഫ ഇലൈഹിമാ സാലിസ് വറാബി, പിന്നെ 3 ആൾ കൂടി 4 ആൾ കൂടി. അങ്ങനെ ഫമാ ഖതമഹ ഇല്ലാ വഹുവ ജമാഅത്തുൻ കസീറ, ധാരാളം ആളുകൾ പങ്കെടുത്തൊരു ജമാഅത്തായി മാറി. സുമ്മ ജാഅ ഫിൽ ആമിൽ ഖാബിലി ഫസല്ല മഅഹു ഖൽഖുൻ കസീറുൻ, പിറ്റേ വർഷം ഇതിനെക്കുറിച്ച് ധാരാളം ആളുകൾ അറിയുകയും വലിയൊരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിൻ്റെ പിറകിൽ നമസ്കരിക്കുകയും വശാഅത്ത് ഫിൽ മസ്ജിദി വന്തശറത് അസ്സലാത്ത് ഫിൽ മസ്ജിദിൽ അഖ്സ വബുയൂത്തിൻ നാസ് വമനാസിലിഹിം സുമ്മ ഇസ്തഖറത് കഅന്നഹാ സുന്ന ഇലാ യൗമിനാ ഹാദാ. അങ്ങനെ പിന്നീട് ബൈത്തുൽ മുഖദ്ദസിലും പിന്നെ അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ വീടുകളിലും പിന്നെ മറ്റു പള്ളികളിലേക്കും അങ്ങനെ വ്യാപിച്ച് ഇതൊരു സുന്നത്തായി പിന്നീട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു പുത്തനാചാരമാണ്, നാബൽസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തി തുടങ്ങി വെച്ചതാണ്. പിന്നീട് അത് സമൂഹത്തിൽ ഒരു സുന്നത്തായി വ്യാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് അസ്സുനൻ വൽ മുബ്തദിഅത്ത് എന്ന കിതാബിൽ മുഹമ്മദ് ബിൻ അഹ്മദ് അശ്ശുഖൈരി അദ്ദേഹം രേഖപ്പെടുത്തി, ഖാല നജ്മുൽ ഗൈത്തി ഇന്നഹു ഖദ് അൻകറ ദാലിക അക്സറുൽ ഉലമാഇ മിൻ അഹ്ലിൽ ഹിജാസി മിൻഹും അതാഉൻ വബ്നു അബി മുലൈക വഫുഖഹാഉൽ മദീന വഅസ്ഹാബു മാലിക് വഖാലു ദാലിക കുല്ലുഹു ബിദ്അ. ഈ പറയപ്പെട്ടിട്ടുള്ള അഹ്ലുൽ ഹിജാസിൽപ്പെട്ട ആളുകൾ അതിനെ എതിർത്തു. മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അതിനെ എതിർത്തു. അവരെല്ലാവരും പറഞ്ഞു ഇതെല്ലാം ബിദ്അത്തുകളാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബികളോ ആരും ചെയ്യാത്ത ബിദ്അത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞ രൂപത്തിലുള്ള നമസ്കാരവും അതേപോലെയുള്ള വിശ്വാസങ്ങളും എന്നാണ്. പലപ്പോഴും ഇതിനെ അടിസ്ഥാനമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്. ആ ഹദീസിലുള്ളത് ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്,
ഷഅബാൻ 15 ഫഖൂമു ലൈലഹ വസൂമു നഹാറഹ, നിങ്ങളതിൻ്റെ രാത്രിയിൽ പ്രത്യേകം നമസ്കരിക്കണം. വസൂമു യൗമഹ, അതിൻ്റെ പകലിൽ നിങ്ങൾ നോമ്പ് നോൽക്കുകയും വേണം. ഫൈനല്ലാഹ തആല യൻസിലു ഫീഹാ ലിഗുറൂബി ശംസി ഇലാ സമാഇ ദുനിയ ഫയഖൂലു അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു അലാ മുസ്തർസിഖിൻ ഫഅർസുഖ അലാ മുബ്തലൻ ഫഉആഫിയ അലാ കദാ ഹത്താ യത്ലുഅൽ ഫജ്ർ. മഗ്രിബ് മുതൽ ഫജ്ർ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുണ്ട് ഇസ്തിഗ്ഫാർ നടത്താൻ, ആരുണ്ട് റിസ്ഖിനെ തേടാൻ, ആരുണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ, അവർ പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവർക്ക് ആഫിയത്ത് നൽകാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഫജ്ർ വരെ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഷഅബാൻ 15 രാവിൽ നിങ്ങൾ പ്രത്യേകം നമസ്കരിക്കൂ, ഷഅബാൻ 15 നിങ്ങൾ നോമ്പ് നോൽക്കൂ എന്ന് പറയുന്ന ഈ ഒരു ഹദീസ്, ഈ ഹദീസ് അങ്ങേയറ്റം ദുർബലമാണ് എന്ന് മാത്രമല്ല, ഇത് കെട്ടിച്ചമയ്ക്കപ്പെട്ട മൗദൂആയ ഹദീസാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സവാഇദിൽ പറയുന്നത് ഇസ്നാദുഹു ദഈഫ്, ഇതിൻ്റെ സനദ് ദുർബലമാണ്. لضعف ابن أبي صبرة واسمه أبو بكر بن عبد الله بن محمد بن أبي صبرة قال فيه أحمد بن حنبل وابن معين يضع الحديث. ഹദീസുകൾ കെട്ടിച്ചമച്ച് നിർമ്മിക്കുന്ന വ്യക്തിയാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബലും അതേപോലെ തന്നെ ഇബ്നു മഈനും എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഇബ്നു അബി സബ്ര എന്ന് പറയുന്ന വ്യക്തി അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് കെട്ടിച്ചമച്ച ഹദീസാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതേ കാര്യം തന്നെയാണ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹവും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഫഖാല ഹാദിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ വലില്ലാഹി ഫീഹാ ഉതഖഉ മിനൻ നാർ ബിഅദദി ശുഊരി ഗനമി ബനീ കൽബ്. ബനൂ കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമം എത്രയുണ്ടോ അത്രയും ആളുകളെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്ന രാത്രിയാണ് ഷഅബാൻ 15 രാത്രി എന്ന് പറയുന്ന ഹദീസ്. ഈ ഹദീസ് ദഈഫുൻ ജിദ്ദൻ, അങ്ങേയറ്റം ദുർബലമായ ഹദീസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ ഷഅബാൻ 15 രാവിൽ പ്രത്യേകം നമസ്കരിക്കുവാനും അതേ ദിവസം നോമ്പ് നോൽക്കുവാനുമെല്ലാം കൽപ്പിച്ചുകൊണ്ടുള്ള ഹദീസുകളെല്ലാം കെട്ടിച്ചമയ്ക്കപ്പെട്ടതോ ദുർബലമായതോ ആയ ഹദീസുകളാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇമാം അബൂ ശാമ റഹ്മത്തുള്ളാഹി അലൈഹി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ കിതാബിൽ അദ്ദേഹം പറയുന്നു, ഖാലൽ ഹാഫിളു അബുൽ ഖത്താബ് ഇബ്നു ദഹിയ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയുകയാണ്, وقد روى الناس الأغفال في صلاة ليلة النصف من شعبان أحاديث موضوعة وواحد مقطوع وكلفوا عباد الله بالأحاديث الموضوعة فوق طاقتهم من صلاة 100 ركعة في كل ركعة الحمد لله مرة وقل هو الله أحد 10 مرات فينصرفون وقد غلبهم النوم فتفوتهم صلاة الصبح التي ثبت عن رسول الله صلى الله عليه وسلم أنه قال من صلى الصبح فهو في ذمة الله. 100 റക്അത്ത് നമസ്കാരം, ഓരോന്നിലും ഒരു തവണ ഫാത്തിഹ, അതേപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് 10 തവണ, അങ്ങനത്തെ 100 റക്അത്ത്. അങ്ങനെ ആളുകൾ ആ രാത്രിയിൽ അങ്ങനെ സുദീർഘമായി നമസ്കരിക്കുന്നു. എന്നാൽ അവർ ഫജ്ർ നമസ്കാരം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഇസ്ലാമിലില്ലാത്ത പുതിയ കാര്യം. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ നമസ്കരിച്ചിട്ടില്ല. സ്വഹാബികൾ ആരും അങ്ങനെ നമസ്കരിച്ചതായി സ്വഹീഹായ ഹദീസുകളിലൊന്നും കാണാൻ സാധിക്കുകയില്ല. വഖാല ഫീ കിതാബി മാ ജാഅ ഫീ ശഹ്രി ശഅബാൻ من تأليفه أيضا قال أهل التعديل والتجريه ليس في حديث ليلة النصف من شعبان حديث يصح فتحفظوا عباد الله من مفتر يروى لكم حديثا موضوعا يسوقه في معرض الخير فاستعمال الخير ينبغي أن يكون مشروعا من النبي صلى الله عليه وسلم فإذا صح أنه كذب خرج من المشروعية وكان مستعمله من خدم الشيطان لاستعماله حديثا على رسول الله صلى الله عليه وسلم لم ينزل الله به من سلطان. അള്ളാഹു സുബ്ഹാനഹു വ തആല യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നാകട്ടെ അത് ശറഇൻ്റെ നിയമമായി സ്ഥിരപ്പെട്ടിട്ടുമില്ല. അത്തരം ആളുകൾ ചെയ്യുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ്. ഇതേപോലെയുള്ള മൗദൂആയ ഹദീസുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പ്രയാസപ്പെടുത്തലാണ്. ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ ഷഅബാൻ 15 ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നമസ്കാരവുമായി ബന്ധപ്പെട്ട യാസീനിൻ്റെ പാരായണം, അതേപോലെ തന്നെ പ്രത്യേകമായ ചില ദുആകൾ, ആ രാത്രിയെ സജീവമാക്കൽ, മറ്റു രാത്രികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ രാത്രിയെ സജീവമാക്കൽ, ഇത്തരം കാര്യങ്ങളെല്ലാം യാതൊരു നിലക്കും സ്ഥിരപ്പെടാത്ത കാര്യമാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെയും ചില പണ്ഡിതന്മാർ ഹസൻ എന്നെങ്കിലും വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസിൽ എന്തുമാത്രമേ ഉള്ളൂ. അബൂ മുസ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു പണ്ഡിതന്മാർ അത് ലഈഫാണ് എന്നും പറഞ്ഞിട്ടുണ്ട്.
എന്നിരുന്നാലും അതിലുള്ള ആശയം പോലും എന്തുമാത്രമേ ഉള്ളൂ. ഇന്നല്ലാഹ ല യത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിനിൻ. ശഅബാൻ 15 രാവിലെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളിലേക്ക് എത്തിനോക്കും. എന്നിട്ട് ശിർക്ക് ചെയ്യാത്തവരും പരസ്പരം പിണങ്ങി നിൽക്കാത്തവരുമായ മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുക്കും. ഇത്രയേ ആ ഹദീസിൽ പോലുമുള്ളൂ. ആ ഹദീസ് ഹസനാണെങ്കിൽ പോലും. എന്നാൽ ആ രാത്രിയിൽ പ്രത്യേകം നമസ്കരിക്കുക, ആ ദിവസം പ്രത്യേകമായി നോമ്പ് നോൽക്കുക, ഇതൊന്നും നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, ആ രാവാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവ് എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പിഴച്ച ചിന്താഗതിയും വിശ്വാസവും ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് പരിശുദ്ധ ഖുർആനിനെതിരാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം നമുക്കറിയാം, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വ്യക്തമായ നസ്സ് പരിശുദ്ധ ഖുർആനിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളക്കണക്കിന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. റമദാനിൻ്റെ അവസാന 10 ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കണമെന്ന ഹദീസുകൾ ധാരാളക്കണക്കിന് കുറ്റമറ്റതായി ഉണ്ടായിരിക്കെ ഈ രൂപത്തിലുള്ള ദുർബലമായതും കെട്ടിച്ചമക്കപ്പെട്ടതുമായതും ബാത്തിലായ യാതൊരടിസ്ഥാനവുമില്ലാത്ത ബറാഅത്ത് രാവ് എന്ന പേര് നൽകിയത് ലൈലത്തുൽ ഖദറിൻ്റെ രാവാണ് എന്നതിന് യാതൊരടിസ്ഥാനവുമില്ല. അത് പൂർണ്ണമായും ബാത്തിലായ വിശ്വാസമാണ്. പിന്നീട് ആ ദിവസത്തിലുള്ള പ്രത്യേകമായി ഈ പറയപ്പെട്ട നമസ്കാരങ്ങളെല്ലാം തന്നെ ബിദ്അത്തുകളാകുന്നു, യാതൊരു നിലക്കും അടിസ്ഥാനമില്ലാത്തതാകുന്നു എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന കദിബൻ അലയ്യ ലൈസ കദിബിൻ അലാ അഹദിൻ. എൻ്റെ പേരിൽ കളവ് പറയുന്നത് വേറൊരാളുടെ പേരിലും കളവ് പറയുന്നത് പോലെയല്ല. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദഹു മിനന്നാർ. എൻ്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്തു കൊള്ളട്ടെ എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെടാത്ത അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് കുറ്റമറ്റ സനദോടുകൂടി നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം നമ്മൾ പറയാനോ പ്രവർത്തിക്കാനോ പ്രചരിപ്പിക്കുവാനോ പാടില്ലാത്തതാണ്. പല ആളുകളും ഈ രാവിൻ്റെ പോരിശയെ സംബന്ധിച്ച് പ്രചരിപ്പിക്കുന്നു. അവർക്ക് അതിനെ സംബന്ധിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. ഇനി നമ്മൾ അറിയേണ്ടത് അതിനേക്കാൾ ഗൗരവപ്പെട്ട മറ്റൊരു ഹദീസ് ഇമാം ഇബ്നു അബീ ഷൈബ അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നു. മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് തന്നെയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹദ്ദസ അന്നി ബി ഹദീസിൻ വഹുവ യറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബീൻ. ആരെങ്കിലും എന്നിൽ നിന്നൊരു ഹദീസ് പറയുകയും അത് കളവാണ് എന്ന് അയാൾക്ക് ബോധ്യമുണ്ടാവുകയും ചെയ്തിട്ട് അയാളത് വീണ്ടും പ്രചരിപ്പിച്ചാൽ അവനും എൻ്റെ പേരിൽ കളവ് പറയുന്നവനാകുന്നു. അപ്പോൾ കളവ് കെട്ടിച്ചമച്ചവനെ പോലെ തന്നെയാണ് അത് കളവാണെന്നറിഞ്ഞിട്ടും പ്രചരിപ്പിക്കുന്ന ആളുകളുടെയും ഹുക്മ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഹദീസ് വന്നു. ആ ഹദീസ് നമ്മൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് അത് സഹീഹാണോ അല്ലേ എന്ന് പണ്ഡിതന്മാർ എന്തു പറഞ്ഞു, ആധികാരികരായ പണ്ഡിതന്മാർ മുഹഖിഖീങ്ങൾ മുഹദ്ദിസീങ്ങൾ എന്തു പറഞ്ഞു എന്ന് പരിശോധിക്കൽ അനിവാര്യമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. ഈ മതത്തിൽ അതിലില്ലാത്തൊരു പുതിയ കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടുന്നതാകുന്നു. മറ്റൊരു റിവായത്തിലുള്ളത് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആര് ചെയ്താലും അത് തള്ളപ്പെടുന്നതാകുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഏറ്റവും നല്ല ചര്യ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയാണ്. കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് റസൂലിൻ്റെ ചര്യയിൽ പെടാത്ത പുത്തനാചാരങ്ങളാണ്. അതെല്ലാം ബിദ്അത്തുകളും അതെല്ലാം വഴികേടും അതെല്ലാം നരകത്തിലുമാകുന്നു. അപ്പോൾ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത പുതിയൊരു ദിക്ർ, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു പുതിയ നമസ്കാരം, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു ആചാരം, അത് പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞു കൊണ്ടുവരലാണ്. സഹോദരങ്ങളെ, ബിദ്അത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളും ചോദിക്കുന്നു, എന്താണ് ബിദ്അത്ത്, എന്താണ് ബിദ്അത്ത്? ഈ ഹദീസിൽ അതുണ്ട്. ഈ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു കാര്യം ഒരാൾ കൊണ്ടുവന്നിട്ട് അയാൾ പറയാണ് ഇതും പുണ്യമാണ്, എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അള്ളാഹുവിൻ്റെ റസൂല് ഒരു നമസ്കാരം ഇത്ര റക്കഅത്താണ്, അത് ഇന്നാലിന്ന സമയത്ത് നിർവഹിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞാലും അത് ദീനാവും, വേറെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാലും അതും ദീനാവുമെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള എന്ത് പ്രസക്തിയാണുള്ളത്? അതേപോലെ തന്നെ ചില പ്രത്യേക സമയം നിശ്ചയിക്കുക, ഇന്നാലിന്ന സമയത്തിന് പ്രത്യേകതയുണ്ട് എന്നൊരാൾക്ക് പറയാൻ എന്ത് അവകാശമാണുള്ളത്? അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ റസൂലുള്ള പഠിപ്പിക്കാതെ ഇന്നാലിന്ന രാത്രിക്ക് പ്രത്യേകതയുണ്ട്, ഇന്നാലിന്ന പകലിന് പ്രത്യേകതയുണ്ട്, അന്ന് പ്രത്യേകം നോമ്പ് നോൽക്കണം, അന്ന് പ്രത്യേകം നമസ്കരിക്കണം, അന്ന് ഇന്നാലിന്ന സൂറത്ത് ഓതണം, അന്ന് ഇന്നാലിന്ന ദുആ ചൊല്ലണം, അന്ന് ഇന്നാലിന്ന ദിക്ർ ഇത്ര തവണ ചൊല്ലണം എന്നൊക്കെ പറയാനുള്ള അനുവാദം എവിടെ നിന്ന് കിട്ടി? ആരാണ് അതിന് നമുക്ക് അനുവാദം നൽകിയിട്ടുള്ളത്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. അംലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്. അള്ളാഹുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി തരാൻ അവർക്ക് വല്ല പങ്കാളികളുമുണ്ടോ എന്നാണ്. സത്യത്തിൽ അള്ളാഹുവിന് പകരം പങ്കാളികളെ നിശ്ചയിക്കുന്നതിന് തുല്യമാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളെ മതത്തിൽ കൊണ്ടുവരാൻ മറ്റുള്ളവർക്ക് അവകാശമുണ്ട് എന്ന് വിശ്വസിക്കൽ.
അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ബിദഅത്തുകളാണ്, യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ് എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മൾ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഷഅബാൻ 15 രാവിന് പ്രത്യേകത നൽകിക്കൊണ്ട് അന്ന് മാത്രം ഒരു പ്രത്യേക നമസ്കാരം, ഖിയാമുൽ ലൈൽ നമസ്കാരം, അല്ലെങ്കിൽ അത് ഇത്ര റക്അത്ത്, 6 റക്അത്ത്, 100 റക്അത്ത്, അതിൽ ഇന്നാലിന്ന സൂറത്ത് ചൊല്ലണം എന്നൊക്കെ പറയുന്നത് അത് അള്ളാഹുവിൻ്റെ മതത്തിൽ കൈകടത്തലാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെ മറികടക്കലാണ്. എന്നാൽ ഷഅബാൻ മാസത്തിന് പ്രത്യേകതയുണ്ട്, ആ 30 ദിവസത്തിനും പ്രത്യേകതയുണ്ട്. എല്ലാ രാത്രികളും നമുക്ക് സജീവമാക്കാം, ഒട്ടുമിക്ക പകലുകളിൽ നമുക്ക് നോമ്പ് നോൽക്കാം, മുഴുവനായി നോറ്റിട്ടില്ലെങ്കിലും. മറ്റു ദിക്റുകളും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കാം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് തുർഫഉൽ അഅമാലു ഫീഹി ഇലാ റബ്ബിൽ ആലമീൻ, അള്ളാഹുവിലേക്ക് അമലുകൾ കയറിപ്പോകുന്ന മാസമാണ് ഷഅബാൻ മാസം. അള്ളാഹുവിൻ്റെ റസൂൽ സൽക്കർമ്മങ്ങളിൽ മുന്നേറിയിട്ടുണ്ട്, ധാരാളം നോമ്പ് നോറ്റിട്ടുണ്ട്. എന്നാൽ ഷഅബാൻ 15 പ്രത്യേകത കൽപ്പിച്ച് നമസ്കരിച്ചതായിട്ടോ അന്ന് പ്രത്യേക നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചതായോ ഉള്ള ഹദീസുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. കെട്ടിച്ചമക്കപ്പെട്ടതോ ദുർബലമായതോ ആയ ഹദീസുകളിലല്ലാതെ കുറ്റമറ്റൊരു ഹദീസിലും ഇതുമായി ബന്ധപ്പെട്ട ഒന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. ഹസൻ എന്ന് പോലും പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച ഹദീസിൽ എന്തേ ഉള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേ ദിവസം ശിർക്ക് ചെയ്യാത്തവരും പിണങ്ങി നിൽക്കാത്തവരുമായ ആളുകൾക്ക് പുറത്തു കൊടുക്കും. അതല്ലാത്ത നിലക്ക് നമ്മളോട് പ്രത്യേകമായി എന്തെങ്കിലും ഒരു കാര്യം അന്ന് ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം അതിൽ മുന്നേറുകാരാണ് അള്ളാഹുവിൻ്റെ റസൂലാണ്, പിന്നെ സ്വഹാബികളാണ്. അവരാരും തന്നെ അത് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ ചിന്താഗതികൾ, അതേപോലെ തന്നെ അന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന ഗുരുതരമായ അബദ്ധജടിലമായ വിശ്വാസം, അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. തെളിഞ്ഞ പാതയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ വിട്ടേച്ചു പോയത്. ഖുർആനും സ്വഹീഹായ ഹദീസുകളുമാണ് നമ്മുടെ പ്രമാണം. ആ പ്രമാണത്തെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.